പി സാംബശിവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കഥ നടക്കുന്നത് 1988-ലാണ്. 18ാമത്തെ വയസ്സിൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ശേഷം നമ്മുടെ പ്രിയങ്കരനായ വിശ്വനാഥൻ ആനന്ദ് കേരളത്തിലുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അടുത്തൊരു മധ്യവയസ്കൻ അതോട് ചോദിച്ചു, താങ്കൾ എന്തായി ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ചെസ്സ് കളിയാ എൻ്റെ ജോലി. ആനന്ദ് ഉടനെ മറുപടി കൊടുത്തു. മധ്യവയസ്കൻ ആനന്ദിനെ ഒന്ന് പുച്ഛത്തോടെ നോക്കി, എന്നിട്ട് പറഞ്ഞു, സ്പോർട്സ് കൊണ്ടൊന്നും ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. വിശ്വനാഥൻ ആനന്ദിനെ പോലുള്ളവർക്ക് ചെസ്സ് കളിച്ചൊക്കെ ജീവിക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം ഒരു കാച്ചി. താനാണ് വിശ്വനാഥൻ ആനന്ദ് എന്ന മധ്യവയസ്കനോട് വെളിപ്പെടുത്താനൊന്നും അദ്ദേഹം മുതിർന്നില്ല. പിൽക്കാലത്ത് വിശ്വനാഥൻ ആനന്ദ് തന്നെയാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ താൻ വിശ്വനാഥൻ ആനന്ദാണെന്ന് പറഞ്ഞാൽ തന്നെയും എത്ര കാലം ചെസ് കൊണ്ട് ജീവിക്കാൻ പറ്റും, വേറെ വല്ല തൊഴിലും അന്വേഷിച്ച് ജീവിച്ചുകൂടെ എന്നയാൾ ചോദിച്ചാലോ? അങ്ങനെയും ചോദിച്ചു എന്ന് വരും. പഴയ ചിട്ടവട്ടങ്ങളിലൊക്കെ ഒതുങ്ങിക്കൂടുന്ന ആളുകൾ ഒരിക്കലും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മാത്രമല്ല, ലോകത്തെ എല്ലാ കാര്യത്തെക്കുറിച്ചും വിവരമുള്ളവരാണ് മലയാളികളെന്ന് ഭാവിക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരപ്പോൾ ചെസ്സിനെ കുറിച്ച്, ജീവിതത്തിൽ ചെസ്സ് കളി എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറയും. അത് ആനന്ദിന് അറിയാമായിരുന്നു. മക്കളെ സർക്കാർ ജോലിക്കാരാക്കണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആക്കണം, എഞ്ചിനീയേഴ്സ് ആക്കണം എന്ന് മാത്രം ചടിച്ചു നടക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ പ്രത്യേകിച്ച് പറയും. തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാൻ ഒക്കെയാകും അവർക്ക് എപ്പോഴും താല്പര്യം. ഇതിലൊക്കെ ഒരു സുരക്ഷ, ജീവിതം മുഴുവൻ വളരെ സുരക്ഷയിൽ പോകും, അപ്രതീക്ഷിതമായി ഒന്നും ജീവിതത്തിൽ സംഭവിക്കില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ജീവിതം അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന കാര്യമായിരിക്കില്ല നാളെ സംഭവിക്കുക. കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ള തൊഴിലെടുക്കാൻ വിടണം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട്. ചിലപ്പോൾ അവരെ അവരുടെ വഴിക്ക് വിട്ടാൽ ലോകത്ത് ചിലപ്പോൾ അത്ഭുതങ്ങൾ കാണിക്കുന്നത് ഈ കുട്ടികളാകും. കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുറഞ്ഞ പക്ഷം അവരെ നിരുത്സാഹപ്പെടുത്താത്ത ഒരു രീതിയെങ്കിലും മാതാപിതാക്കൾ അവലംബിക്കണം. പുതിയ കാലമാണ്, പുതിയ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വഴികൾ അവർ തന്നെ വെട്ടി തുറക്കട്ടെ. നമ്മുടെ പരമ്പരാഗത മൂല്യങ്ങളും വെച്ച്, പരമ്പരാഗതമായി നമ്മുടെ വിവരങ്ങളൊക്കെ വെച്ച് ഒരു കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്താൽ ഈ കുട്ടികളുടെ വഴി നമ്മൾ മുടക്കുന്നതിന് തുല്യമാകും. ചിലപ്പോൾ അവർക്ക് വെട്ടിപ്പിടിക്കാൻ പുതിയൊരു ആകാശം ഉണ്ടാകും. അവരെ ആകാശത്തേക്ക് പാറി പറക്കട്ടെ, നമ്മളവരെ വിട്ടുകളഞ്ഞേക്കുക. ഓക്കേ.